എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Wands, Knight of Swords, Five of Cups, Hermit, Hierophant energy, Nine of Swords. ആദ്യം തന്നെ കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. കാരണം അതിൽ തന്നെ കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് പ്രമോഷൻ, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതേപോലെ ബിസിനസ്സിൽ ഉയർച്ച, ബിസിനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ബിസിനസ് വിപുലീകരിക്കാൻ പറ്റുന്ന സാഹചര്യം, മറ്റിടങ്ങളിലേക്ക്, മറ്റ് ദേശങ്ങളിലേക്ക് വരെ വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട് പുതിയ ഒരു കടയൊക്കെ ഉള്ളവരാണ് ഈ പുതിയൊരു കടയെടുത്ത്, അല്ലെങ്കിൽ ഇത് വാടകയ്ക്കായിട്ടുള്ളവർ സ്വന്തമായിട്ടൊരു കടമുറി കാര്യങ്ങളൊക്കെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആകാം. അപ്പം അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഓൾറെഡി എന്തെങ്കിലും ബിസിനസ് ഉള്ളവരെ, ഇപ്പോൾ ബിസിനസ് പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഉള്ളിലത്തെ ആംബിയൻസ് ഒക്കെ മാറ്റം വരുത്തുക, അതേപോലെ ഭംഗി, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന രീതിയിൽ പല മാറ്റങ്ങളും വരുത്തുമ്പോൾ ബിസിനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ ഫുഡിൽ മാറ്റം വരുത്തുന്നുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള ഫുഡിലേക്ക് മാറുന്നു എന്നുള്ളത് അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊണ്ടുതരുന്ന ഒരു സമയമാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജോലിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി ചെയ്യുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നേടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന അവസരം തരുന്നൊരു മാസമാണ്. എന്താണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നൊരു കാര്യം, ജോലി, കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നൊരു കാര്യം നേടണമെന്നുള്ളൊരാഗ്രഹം കുറച്ചധികം നാളായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ആ പ്രത്യേക കാര്യം നേടാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അത് ആ അവസരങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതായത് പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പഠിത്ത കാര്യങ്ങൾ താല്പര്യമൊക്കെ ഉണ്ട്, പഠിക്കുന്നുമുണ്ട്. പക്ഷേ ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ബൈക്ക് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇപ്പോൾ ഫോൺ, വേറെ എന്തെങ്കിലും ഫോണാണെങ്കിൽ ഇപ്പോൾ ഐഫോൺ മാറ്റി വാങ്ങിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും മാറ്റങ്ങൾ, ലാപ്ടോപ്പ് പുതിയത് വാങ്ങിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അനാവശ്യങ്ങളെന്ന് പറയാം. കാരണം മറ്റൊരാൾക്കുള്ളതായതുകൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പലതും മാറ്റി വാങ്ങിക്കുന്നതോ അങ്ങനെയുള്ള പലതരത്തിലുള്ള മാതാപിതാക്കളോട് കൂടുതൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാം. അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ കാര്യങ്ങൾ ശ്രദ്ധ പോകുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വഴി തിരിഞ്ഞു പോകുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രണയവും സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആവാം. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിൻ്റെയും പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരും, പക്ഷേ നിങ്ങളൊന്നിനെയും അമിതമായിട്ട് ഒന്നിനെയും ചേസ് ചെയ്യാതിരിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം. മറ്റു കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുക അതിൽ. ഓക്കെ, അതേപോലെ 5 of Cups എനർജിയാണ്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളിലൊക്കെ കുറച്ചൊരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ
ഒരുപക്ഷെ റിട്ടയർ ആയിട്ടുള്ള ആളുകളും വീട്ടിൽ പ്രായമായിട്ടിരിക്കുന്ന ആളുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ, ചെറിയ മുത്തശ്ശനും മുത്തശ്ശിക്കാണ് കുട്ടികളൊക്കെ വലുതായി, അപ്പോൾ അവർക്ക് ഒറ്റപ്പെടൽ കാര്യങ്ങളാവാം. അപ്പോൾ ആ ഒരു ഫേസിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇപ്പോൾ മിക്കവാറും പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതോ, ഈ റൂമിന് വെളിയിൽ ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉള്ള പല കാര്യങ്ങൾ, അതേപോലെ സെൽഫ് കെയർ എടുക്കുക, ലൈഫ് പേർപ്പസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ഒരു പ്രായമാകുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു ചില സമയങ്ങളിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ ഒരു ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ലൈഫിൻ്റെ പേർപ്പസ് ഇല്ലാതാകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആവാം. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് ഇതുവരെ നിങ്ങളുടെ നിയോഗം, നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുള്ളതിൻ്റെ നിയോഗം ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ മറ്റു പല കാര്യങ്ങൾക്ക് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി എന്നുള്ളതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതെല്ലാവരിലും അങ്ങനെ തന്നെ ആണെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഫീലിങ്സ് കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്താണ് അതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു കൗൺസിലിംഗൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ കഴിഞ്ഞുപോയ കാലത്തിൽ ആലോചിച്ച് സങ്കടപ്പെടും. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് ജീവിച്ച ഒരാളാണ്. പിന്നീട് നോക്കുമ്പോൾ അത് എന്താണ്, ഇപ്പോൾ അത്രയും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചിരുന്നത് കൊണ്ട് തിരിച്ച് പഴയതിലേക്ക് പോവില്ല. അപ്പോൾ ഒന്നുകിൽ അതിനുവേണ്ടി ശ്രമിക്കുക ഇനി മുന്നേറാൻ, പക്ഷെ ആ നെഗറ്റിവിറ്റി മാറ്റി വെച്ചിട്ടായിരിക്കണം അത് എന്നുള്ളത്. കാരണം ആ നെഗറ്റിവിറ്റി നിങ്ങളെ എങ്ങും എത്തിക്കില്ല. ഹെർമിറ്റ് മോഡ്, നിങ്ങളെ സംബന്ധിച്ച് ഹെർമിറ്റ് മോഡ് ആൻഡ് ഹെയർഫൻഡ് എനർജിയാണ്, ബോത്ത് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ചില ആളുകൾ ഒരു വിരക്തി ആയിരിക്കാം ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാളുകളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നു. കാരണം അവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നത്, കാരണം നിങ്ങളുടെ ചിന്താഗതി വ്യത്യസ്തമാണ് അവരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ചിന്താഗതിയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി നെഗറ്റീവായി മാറുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സെൽഫ് ഡിസ്കവറിയാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചില ആളുകൾക്ക് ഇത് ഹീലിംഗ് ആയിരിക്കാം. നിങ്ങൾക്ക് സുഖപ്പെടുന്ന, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർ അതിൽ നിന്നൊക്കെ സുഖപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്നു, നിങ്ങൾ എന്താണെന്ന്. ചില ആളുകൾ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ ആത്മീയതയുടെ പാതയിലേക്ക് ചില ആളുകൾ തിരിയാം. അത് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഡിപ്രസീവ് ഫേസിലിരിക്കുന്നവരും, അതപ്പോൾ അവർ ആത്മീയതയിലേക്ക് മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങൾ അതവർക്കൊരു പോസിറ്റിവിറ്റി നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് തിരിയാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്നല്ല, പക്ഷേ ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇത് നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ട് എങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം മറ്റുള്ളവർ പറയുന്നു, നിങ്ങളതിൽ പോകുന്നു, എന്നിട്ടൊരു അങ്ങനെയല്ല. നിങ്ങളുടെ ഫീലിംഗ് എന്താണ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് എന്താണ് പറയുന്നത്, നിങ്ങളുടെ അവബോധ മനസ്സ് പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതർവൈസ് ഈ മെഡിറ്റേഷൻ, യോഗയൊക്കെ നിങ്ങൾക്ക് വളരെയധികം സഹായകരം തന്നെയാണ് എങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പൊതുവെ ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ വീട്ടിൽ, ഫാമിലിയിൽ പല കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾ അതെല്ലാം ഒരു സ്ട്രെസ്സായിട്ട് ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണോ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ അതിനെ കാണുന്നു അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളുടെ ഉള്ളിലുള്ള ശരിയായിട്ടുള്ള വികാരങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഫേസിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു എനർജി, കാരണം ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി അതാണ്. അപ്പോൾ പ്രത്യേകം കൗൺസിലിങ്ങും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, സൈക്കോതെറാപ്പിസ്റ്റ് അതുപോലുള്ള ആളുകളായിട്ട് കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സഹായം ആവശ്യമാണ് എങ്കിൽ. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.